രണ്ടുപേരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്താ അടിപൊളിയാണല്ലേ, അല്ലേ? മറ്റൊരാൾക്ക് ഇല്ലാത്ത ഭഗവാൻ തന്നെ അതിന്റെ വലിയൊരു മോഡലാണ് അല്ലേ? ഭഗവാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ആ ഒരു കൺസേൺ, സ്നേഹം, ആ റെസ്പെക്ട്, അമ്മ ഇല്ലാത്തൊരു ജീവിതം ഇല്ല എന്ന് ഭഗവാൻ തന്നെ കാണിച്ചു കൊടുക്കുന്നില്ലേ? അത് വലിയൊരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ എനിക്ക് ഇവിടെ എന്റെ ടോപ്പിക്ക് തീരുന്നില്ല. ചിക്കൻ റോസ്റ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും തീരണ്ട, അത് തീർക്കാൻ പാടില്ല. അതും പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഭഗവാൻ പറഞ്ഞതൊക്കെ അവിടെ കിട്ടും. അമർചിത്രകഥ ലൈനില പുള്ളിക്കാരത്തി ഉള്ളത്. എന്റെ പൊന്നോളെ പൂമ്പാറ്റയും ബാലരമ്മയും വിട്ടിട്ട് അത്യാവശ്യം ചരിത്രബോധമൊക്കെ ഉള്ള ഇതൊക്കെ എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഫെമിനിസത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പുസ്തകങ്ങൾ കിട്ടും. തിരുവനന്തപുരത്ത് തന്നെയല്ലേ ഇഷ്ടംപോലെ ബുക്ക് സ്റ്റാളുകൾ ഉണ്ടാവും. കോട്ടയത്ത് നിന്ന് കെട്ടിക്കയറി ഇങ്ങോട്ട് വന്നിട്ടും ഇതുവരെയും ബോധോദയം വന്നിട്ടില്ല. ഷാജിയിട്ട് എന്തായാലും നിനക്കിത് പഠിപ്പിച്ചു തരത്തില്ല. കാരണം അങ്ങേർക്കറിയാം ഇത് പഠിപ്പിച്ചെന്ന് ആദ്യം നീ അങ്ങേർക്കിട്ട് താങ്ങുമെന്ന്. രണ്ടുപേരും ഈക്വൽ അല്ല എന്ന് പറയണം. എന്താണ് വ്യത്യാസം എന്നൊന്ന് പറഞ്ഞു തരാം. ലിംഗ വ്യത്യാസമുണ്ട്, വേറെന്താ വ്യത്യാസം? ഇവിടെ ലോക്കോ പൈലറ്റ് ആയിട്ട് വരെ പെണ്ണുങ്ങളുണ്ട്. ഇനി പെണ്ണുങ്ങൾ ചെയ്യാനായിട്ട് പണി ഇനി ഒന്നുമില്ല. ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ തൊഴിൽ മേഖലകളിലേക്കും പെണ്ണെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൺമേൽക്കോയ്മയുള്ള ഒരു സമൂഹത്തിൽ പെണ്ണുങ്ങൾക്ക് അത് പ്രാപ്യമല്ലാത്ത ഒരു രീതിയിലേക്ക് അതിനെ അടിച്ചൊരിപ്പിച്ച് വെച്ചു. കാരണം കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു അവസരത്തിൽ ആ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാൻ അമ്മയുടെ സാമീപ്യം അനിവാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, രണ്ടുപേരും കൂടെ സന്തോഷപൂർവ്വമായി നടത്തുന്ന ഒരു പദ്ധതിയിൽ ഉണ്ടാകുന്നതാണ് കുട്ടികൾ. അത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാകുന്നത് എങ്ങനെയാണ്? ആണുങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? അവരുടെ കുഞ്ഞുങ്ങളല്ലേ? പെയിൻ കൂടുതൽ അനുഭവിക്കുകയും ഇതിനെ പ്രസവിച്ചെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് അമ്മയുടെ. അത് കഴിഞ്ഞാലും പിന്നെയും അമ്മ എന്നെ ഉത്തരവാദി എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അച്ഛന് ഉത്തരവാദിത്തമില്ലേ? അച്ഛൻ വളർത്തിയ കുഞ്ഞുങ്ങൾ വളരത്തില്ലേ? അച്ഛൻ വളർത്തിയ ഒരു കുഞ്ഞുണ്ട് ഇവിടെ, ഞാൻ കണ്ടിട്ടില്ലേ? മൈത്രേന്റെ മകള് കനി കുസൃതി. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് രീതിയിൽ അവഹേളനങ്ങളും ഒക്കെ കേട്ടിട്ടും പുള്ളി ഇപ്പോഴും അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതാണ് കറക്റ്റ് എന്ന് മനസ്സിലാകാൻ കാലങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. പക്ഷെ അതാണ് കറക്റ്റ്. രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി. അത് അംഗീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? നമ്മുടെ വീടുകളിലെ പ്രശ്നം ഇപ്പൊ ആനിയുടെ 3 ആൺമക്കളും സത്യം പറഞ്ഞാൽ പൊട്ടന്മാരായിട്ടായിരിക്കും വളർത്തുന്നുണ്ടാവുക. അവിടേക്ക് വന്നു കയറുന്ന പെണ്ണിന്റെ ഗതി അതോ ഗതിയാണ്. ആനയേക്കാൾ വലിയ പൊട്ടത്തിയായാലേ അവിടെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. കാരണം ആനയുടെ ആറ്റിറ്റ്യൂഡ് മുഴുക്ക അങ്ങനെയാണ്. അണ്ടർഗോ അങ്ങനെ ഒരു കൺസിഡറേഷൻ അവിടെ ഇല്ല. ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ, വിവാഹ വ്യവസ്ഥയിൽ ഒക്കെ തന്നെ താളപ്പിഴകളാണ്. ആണിന് പൊക്കം കൂടിയിരിക്കണം, ആണിന് പണം കൂടിയിരിക്കണം, ആണിന് വിദ്യാഭ്യാസം കൂടിയിരിക്കണം, ആണിന്റെ ഏജും കൂടിയിരിക്കണം, എല്ലാ ആണിന് കൂടിയിരിക്കണം. നിങ്ങൾ ഈക്വൽ ആയിട്ടുള്ള ഒരെണ്ണത്തിനെ കെട്ടിച്ചു കൊടുത്തു നോക്കിയാണ്, ഒരേ വയസ്സിലുള്ള ഒരേ ലെവലുള്ള ഒന്നിനെ കെട്ടിച്ചു കൊടുത്തു നോക്കിയാണ്, അവിടെ ആ ഡിഫറൻസ് വരത്തില്ല. പണ്ട് കാലഘട്ടങ്ങളിൽ ആണിന്റെ പേര് പറയാൻ പാടില്ല, ഭർത്താവിന്റെ പേര് പറയൂല. ചിലരൊക്കെ അഭിമാനബോധത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ ഉമ്മമാരൊക്കെ എപ്പോഴും പറയുന്നതാണ്, ആദ്യത്തെ 2 പെറ്റ ശേഷമാണ് ഞാൻ ഓന്റെ മോന്ത അവരെ കണ്ടേനു. എന്താ ചോണ? ആ കാലത്തിൽ നിന്ന് ഇത്രയും കാലഘട്ടത്തിലേക്ക് മാറി സ്ത്രീകൾ വർക്ക്